Hello friends, Namaskaram. I am Dr.Visakh Kadakkal. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ വാഴക്കൂമ്പിൻ്റെ തോരൻ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പല വീഡിയോസിൽ ഞാൻ പറയാറുണ്ട് നമ്മൾ ഈ വാഴക്കൂമ്പ്, ചേന, വാഴപ്പിണ്ടി മുതലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കണം. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് വളരെ ബെനിഫിഷ്യൽ ആണെന്ന് ഞാൻ പറയാറുണ്ട്. ഞാൻ പൊതുവേ കഴിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ആഹാരമാണ് വാഴക്കൂമ്പ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ വാഴക്കൂമ്പ് കഴിക്കേണ്ടത്? ഞാൻ ഒരിക്കലും നിങ്ങളോടിത് പതിവായിട്ട് ഡെയിലി ഇപ്പോൾ വാഴക്കൂമ്പ് നമുക്ക് കിട്ടാൻ പ്രയാസമായിരിക്കും. അപ്പോൾ വാഴക്കൂമ്പ് പതിവായിട്ട് നിങ്ങൾ കഴിക്കണം എന്നല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു വട്ടമോ 2 പ്രാവശ്യമോ നമ്മൾ വാഴക്കൂമ്പ് കഴിക്കണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ പച്ചക്കറി കടകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ എല്ലാ സ്ഥലങ്ങളിലും വാഴക്കൂമ്പ് വെച്ചിട്ടുണ്ട്. സാധാരണ 15 രൂപയോ അങ്ങനെ സംതിങ്ങാണ് ഞാനത് വാങ്ങുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് വാഴക്കൂമ്പ് മേടിക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വാഴ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് വാഴക്കൂമ്പ് എടുത്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് പേഷ്യൻസിന് ഞാൻ പലപ്പോഴും ഒരു ഡയറ്റിലേക്ക് ഞാൻ അവർക്ക് ഈ വാഴക്കൂമ്പ് അഡ്വൈസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ വാഴക്കൂമ്പിനെ നമ്മളിപ്പോൾ സാധാരണ പറയുമ്പോൾ ഇതിനെ ബനാന ഫ്ലവർ എന്നൊക്കെ പറയും, പിന്നെ വാഴച്ചുണ്ട് എന്നൊക്കെ, അങ്ങനെ പല രീതിയിലാണ് ഈ വാഴക്കൂമ്പിനെ പല സ്ഥലങ്ങളിലും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വാഴക്കൂമ്പിൻ്റെ ഒരു ന്യൂട്രീഷണൽ വാല്യൂ എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? പലപ്പോഴും നമ്മൾ ഈ വാഴക്കുല വെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ വാഴക്കൂമ്പിനെ എടുത്ത് കളയും, അതിനെ യൂസ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ വാഴക്കൂമ്പ് കളയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ അകത്ത് വരുന്ന കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് വെറും 5.5 ഗ്രാം കാർബോഹൈഡ്രേറ്റ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടൻ്റാണ് വരുന്നത്. അതായത് ഏകദേശം 9.9 ഗ്രാം നമുക്ക് ഫൈബർ കണ്ടൻറ്റ് കിട്ടുന്നുണ്ട്. 1.6 ഗ്രാമാണ് നമുക്കിതിൻ്റെ അകത്ത് കിട്ടുന്ന പ്രോട്ടീൻ കണ്ടൻറ്റ്. അതുപോലെ തന്നെയാണ് നമുക്കിതിൻ്റെ അകത്തു നിന്ന് കിട്ടുന്ന കലോറിഫിക് വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ എനർജി നമുക്ക് കിട്ടുന്നത് ഏകദേശം 51 ഗ്രാമോളം കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒരു കലവറയാണ് ഈ പറയുന്ന വാഴക്കൂമ്പ്. അതായത് മഗ്നീഷ്യം, കാൽസ്യം, പൊട്ടാസ്യം, അയൺ, കോപ്പർ മുതലായിട്ടുള്ള ഒട്ടനവധി നമുക്ക് വേണ്ട എസെൻഷ്യൽ മിനറൽസും അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ മുതലായിട്ടുള്ള എസെൻഷ്യൽ വൈറ്റമിൻസ് നമുക്ക് ധാരാളം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഗുണമുള്ള ഒരു വാഴക്കൂമ്പിനെയാണ് നമ്മൾ ഇത്രയും നാളും ഉപയോഗിക്കാതിരുന്നത്. അപ്പോൾ എന്തായാലും ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ വാഴക്കൂമ്പ് നമ്മുടെ ആഹാരത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് തന്നെ കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് ഏതൊക്കെ അവസ്ഥകളിൽ വാഴക്കൂമ്പ് ഉപയോഗിക്കാം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഞാൻ നിങ്ങളോടൊപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞു. അതായത് ഇപ്പോൾ നമുക്ക് ഡിപ്രഷൻ, ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മെൻസ്ട്രേഷൻ ടൈമിലൊക്കെ നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഈ പറയുന്ന വാഴക്കൂമ്പിനെ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പോൾ വാഴക്കൂമ്പ് തോരനായിട്ടോ ഏത് രീതിയിലാണെങ്കിലും നമുക്ക് വാഴക്കൂമ്പിനെ നമുക്ക് ഇഷ്ടമുള്ള രീതികളിൽ നമുക്ക് കഴിക്കാം. അതിന് ഇന്ന ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ കഴിക്കണം എന്നൊന്നും ഇല്ല. അതായത് ഇതിൻ്റെ അകത്ത് തന്നെ അയൺ കണ്ടൻറ്റ് വളരെ കൂടുതലായതുകൊണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന വാഴക്കൂമ്പ് പതിവായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഒരു മെൻസ്ട്രൽ പീരീഡ് ആവുന്ന ടൈം, അപ്പോൾ ആ സമയത്ത് നമുക്ക് ആർത്തവ രക്തം പുറത്തേക്ക് പോകും, നമ്മുടെ ശരീരത്തിലുള്ള ഹീമോഗ്ലോബിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറയുന്നത് കൊണ്ടും നമുക്ക് ഈ പറയുന്ന സമയത്ത് വാഴക്കൂമ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റെ അകത്ത് തന്നെ വാഴക്കൂമ്പ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. അപ്പോൾ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാം. അതായത് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ പീരീഡ് ആണെങ്കിൽ ആ ഒരു സമയത്ത് വാഴക്കൂമ്പ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പീരീഡ്സ് ടൈമിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാം. പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആർത്തവ സമയത്ത് നമുക്കുണ്ടാകുന്ന ബോഡി പെയിനും അതുപോലെ ഈ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ചില വേദനകളൊക്കെ അനുഭവപ്പെടും. നമുക്കുള്ള മൂഡ് ചേഞ്ച് ആവുന്നത് പോലെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കുമ്പോഴേക്ക് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു ആർത്തവകാലം നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലോട്ട് നമുക്ക് കൊണ്ടുവരാം. പിന്നീട് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗർഭിണികളായ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രസവാനന്തരവും നമുക്ക് ഈ പറയുന്ന വാഴക്കൂമ്പ് ഉപയോഗിക്കാം. വാഴക്കൂമ്പ് പതിവായിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും പ്രസവാനന്തരം സ്ത്രീകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിൽ മുലപ്പാൽ വർദ്ധിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള എനർജി അവരുടെ ശരീരത്തിൽ കിട്ടും. അതുപോലെ തന്നെ പ്രസവാനന്തരം പലപ്പോഴും അവർക്ക് മലബന്ധം മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ
ശരീരത്തിൽ ഫൈബർ കണ്ടൻറ്റിൻ്റെ അളവ് കൂടുതൽ ആയിട്ട് കിട്ടുന്ന വാഴക്കൂമ്പ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്ന് വയറിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഗ്യാസ് അല്ലെങ്കിൽ മലം പോകാത്ത അവസ്ഥ മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ അവിടെ ഇൻറ്റസ്റ്റൈനൽ മൂവ്മെൻറ്റ് പ്രോപ്പറാക്കുക, അതിനുശേഷം മലം പുറത്തേക്ക് കൃത്യമായിട്ടുള്ള രീതിയിൽ പോകുന്നതിന് സഹായിക്കും. പിന്നീട് ഫൈബർ കണ്ടൻറ്റ് ഇതിൻ്റെ അകത്ത് വളരെ കൂടുതലാണ്. എസെൻഷ്യൽ ആയിട്ടുള്ള പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഇത് പതിവായിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കഴിക്കുന്നത് അവരുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിനെ പ്രോപ്പറാക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ട് വരുന്ന കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിനെ മെറ്റബോളൈസ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവലിനെ പ്രോപ്പറായിട്ട് നിർത്താൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് നമുക്കിപ്പോൾ ടെൻഷനും ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് എങ്കിൽ എന്താണ് അവിടെ നമ്മുടെ ശരീരത്തിലുള്ള ഹൈപ്പർ ടെൻഷൻ, അതായത് നമ്മുടെ അമിത രക്തസമ്മർദ്ദം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകളെ എല്ലാം അലിയിച്ച് കളയാനുമൊക്കെ വാഴക്കൂമ്പ് സഹായിക്കും. അതായത് എക്സസീവായിട്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഈ പറയുന്ന ഫാറ്റ് കണ്ടൻറ്റിനെ അവിടെ നമ്മുടെ രക്തക്കുഴലുകൾ അടിച്ച് വെക്കാതെ, അതായത് അടിയിക്കാതെ അവിടെയുള്ള രക്തം പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുമ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം നമുക്ക് മാറും. രക്തം പ്രോപ്പറായിട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഹൈപ്പർ ടെൻഷൻ്റെ പ്രശ്നവും നമുക്ക് മാറും. അപ്പോൾ പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് വാഴക്കൂമ്പ്. ഇനി ഇതിൻ്റെ അകത്ത് എത്തനോൾ എന്ന് പറയുന്നൊരു കണ്ടൻറ് ഉണ്ട് കേട്ടോ. ഈ എത്തനോളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്തനോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അമിതമായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എത്തനോൾ നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ എത്തനോൾ ഉള്ളതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ പെട്ടെന്ന് കുറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സാധാരണ നമ്മുടെ കോശങ്ങൾ, അതായത് പുതിയ സെല്ലുകൾ ഉണ്ടാകുമ്പോൾ അത് ആരോഗ്യമുള്ള സെല്ലുകളായിട്ട് വളരുന്നതിനും നമ്മുടെ ശരീരത്തിൽ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസോ മുഖക്കുരു മുതലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കുറയുന്നതിന് സഹായിക്കും. അതുപോലെ തന്നെ ഈ മുഖക്കുരുവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ എസെൻഷ്യലായിട്ട് വൈറ്റമിൻ ഇ ഇതിൻ്റെ അകത്ത് വളരെ നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എന്താണ് വൈറ്റമിൻ ഇയെ പറ്റി ഓൾറെഡി വീഡിയോസ് ചാനലിലുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൽ വന്നാൽ ഒന്ന് ചർമ്മ സംരക്ഷണത്തിന്, അതായത് നമ്മുടെ മുഖത്തിൻ്റെ ഒരു പ്രത്യേക ഗ്ലോ ഉണ്ടാവുന്നതിന്, സ്കിന്നൊന്ന് സോഫ്റ്റ് ആവുന്നതിന്, അതുപോലെ തന്നെ മുഖത്ത് എന്തെങ്കിലും തരത്തിലുള്ള കറുത്ത പാടുകളോ മറ്റോ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറ്റി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അടിഞ്ഞിരിക്കുന്ന വിഷം അല്ലെങ്കിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് പോകുന്നതിനും ഈ പറയുന്ന വാഴക്കൂമ്പ് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ വൈറ്റമിൻ എ വളരെ നല്ല രീതിയിലുള്ളത് കൊണ്ട് തന്നെ കാഴ്ചശക്തിക്ക് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് വൈറ്റമിൻ എ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വൈറ്റമിൻ സി ഇതിൻ്റെ അകത്തുള്ളത് കൊണ്ട് തന്നെ വൈറ്റമിൻ സി എപ്പോഴും ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഓക്സിഡേഷൻ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ സെല്ലുകൾക്ക് ടിഷ്യൂ അല്ലെങ്കിൽ സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡേഷൻ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, പുതിയ സെല്ലുകൾ റീഗ്രോത്ത് ചെയ്യും. അപ്പോൾ അവിടെ നമുക്ക് പുതിയ സെല്ലുകൾ ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏജിങ് അല്ലെങ്കിൽ പ്രായാധിക്യം മൂലം ഉണ്ടാകുന്ന ചുളിവുകൾ മറ്റ് പ്രശ്നങ്ങൾ അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സഹായിക്കും. പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള കാൽസ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെയും ലെവൽ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വാഴക്കൂമ്പാണ്. അപ്പോൾ ഈ വാഴക്കൂമ്പിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഫോസ്ഫറസും കാൽസ്യം ഉള്ളതുകൊണ്ട് നമ്മുടെ ബോൺ സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് ഇത് കഴിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ശമനം കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ പ്രമേഹത്തിനായാലും നമ്മുടെ അസ്ഥി സംബന്ധമായ രോഗങ്ങൾക്ക് പലപ്പോഴും ടെൻഷൻ, ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക്, അമിതവണ്ണത്തിന്, അങ്ങനെ ഇത്തരത്തിൽ ഒട്ടനവധി നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളെ നമുക്ക് കൺട്രോളിൽ നിർത്താനായിട്ട് നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു വാഴക്കൂമ്പിന് സഹായിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി ഈ വാഴക്കൂമ്പ് ഉപയോഗിക്കാതിരിക്കണോ അതോ നമ്മൾ ഉപയോഗിക്കണോ അല്ലെങ്കിൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തണോ എന്നൊരു കാര്യം നമ്മളെല്ലാവരും ഒന്നുകൂടി പുനഃപരിശോധിച്ച് നോക്കണം. അതായത് വാഴക്കൂമ്പ് ഞാൻ ഒരിക്കലും നിങ്ങളോട് ഈ ഒരു ഫോമിൽ, അതായത് തോരൻ വെച്ച് കഴിക്കണമെന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ കഴിക്കണോ എന്നൊന്നും ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച് ഏത് രീതിയിലാണോ വാഴക്കൂമ്പ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാനുള്ളത് ആ രീതിയിൽ തന്നെ നിങ്ങൾ കഴിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ വാഴക്കൂമ്പ് സഹായിക്കുക. അതായത് നമുക്ക് പണച്ചിലവില്ലാതെ തന്നെ
നമ്മുടെ വീട്ടിലൊരു കറിയായി. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാമെന്നുണ്ടെങ്കിൽ ഇനി വാഴക്കൂമ്പ് നിങ്ങൾ ആരും പാഴിക്കളയരുത് അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ചോദിച്ചോളൂ, ഇല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പർ ചോദിച്ചാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.